ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു നാമജപത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ദേവി ഭാഗവതത്തിൽ നിന്നുള്ള നാമജപമാണ്. ഈ സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഇല്ലാതെ വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. 9-ാം സ്കന്ധത്തിൽ, ദേവി ഭാഗവതത്തിൽ 9-ാം സ്കന്ധത്തിൽ 46-ാം അധ്യായം ഷഷ്ഠൂപാഖ്യാനം എന്ന ആ ഒരു 46-ാം അധ്യായം നിത്യവും നിങ്ങൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് പറയുക, സന്താന തടസ്സങ്ങൾക്കുള്ള കാരണങ്ങൾ, എന്തെങ്കിലും ദൈവികമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തട്ടിമാറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും. അപ്പോഴും നിങ്ങളതൊന്ന് എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് വിശ്വാസപൂർവ്വം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഇപ്പോൾ ഒരു നാമം ചൊല്ലിയെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ സംശയത്തോടെ അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവായിരിക്കും റിസൾട്ട് വരിക. അപ്പോൾ പോസിറ്റീവായിട്ട് എന്ത് കാര്യവും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മളിലേക്ക് അത് പോസിറ്റീവായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് പാരായണം നിത്യവും ഒരു ദിവസം പാരായണം ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഫലമൊന്നും ലഭിക്കണമെന്നില്ല. 21-41 ദിവസം മുടങ്ങാതെ നിങ്ങളിത് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. ദേവി ഭാഗവതം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വളരെ സത്യമുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ആ വിശ്വാസപൂർവ്വം അതിനെ സമീപിച്ചാലാണ് നമുക്കതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ സന്താനങ്ങളില്ലാത്തവർ ആ ഒരു അധ്യായം തുറന്ന് നിങ്ങൾ ഇത് വായിക്കാനായിട്ട് കുറച്ചേ ഉള്ളൂ അത് കേട്ടോ. ഷഷ്ഠൂപാഖ്യാനം എന്നുള്ള അധ്യായം അതൊന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സന്താന തടസ്സമൊക്കെ മാറിയിട്ട് നിങ്ങളെ ഒരു എന്താ പറയുക, ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു ആഗ്രഹം സാധ്യമായി വരും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒന്ന് ദേവി ഭാഗവതം ഇല്ലാത്തവരാണെങ്കിൽ ഒരു ദേവി